ഹായ് ഓൾ, വെൽക്കം ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. എൻ്റെ വീഡിയോസ് എല്ലാം ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആണ്, because I strongly believe it's better to cement one idea at a time than talk about too many things. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല, അല്ല മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷന് വേണ്ടി അല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ ജോബ് സെർച്ച് എക്സ്പീരിയൻസും ഇൻസൈറ്റ്സും ലേണിങ്സും ഒക്കെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകും എന്നുള്ള കോൺഫിഡൻസിലാണ് ഇനീഷ്യേറ്റീവ്. എല്ലാവരുടെയും ജോബ് സെർച്ച് ജേർണീസ് ഡിഫറെൻ്റ് ആണെന്ന് എനിക്കറിയാം. സോ ടേക്ക് വാട്ട് ഹെൽപ്സ് യു ആൻഡ് ഇഗ്നോർ വാട്ട് ഡസൻറ്റ് ആൻഡ് ഓൾവേസ് ഫോളോ വാട്ട് സ്യൂട്ട്സ് യുവർ പാത്ത്. ഒട്ടും പ്ലാൻഡായിട്ടും പ്രിപ്പയർഡ് ആയിട്ടും ചെയ്യുന്ന വീഡിയോസ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐ എം ഓൾവേസ് ഹാപ്പി ടു ഹെൽപ്പ് വെൻ ഐ ഹാവ് എ മൊമെൻറ്റ്. സോ മൈ ഇമെയിൽ ഐ ഡി ഈസ് write2rish.nz@gmail.com. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റിജക്ഷൻസ് പാർട്ട് 3. ഈ പാർട്ട് 3 എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇതിന് മുന്നേ ഉള്ള 2 പാർട്ടിൽ ഞാൻ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് നമ്മൾ റിജക്റ്റഡ് ആവുന്നതെന്ന്. രണ്ടാമത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്തുകൊണ്ടാണ് നമ്മൾ റിജക്റ്റഡ് ആവുന്നതെന്ന്. ഫൈനൽ പാർട്ടിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു യൂഷ്വൽ മൈഗ്രൻ്റ് സ്റ്റോറിയാണ്. സോ ഒരു യൂഷ്വൽ മൈഗ്രൻ്റ് സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു മൈഗ്രൻ്റ് ആയിട്ടൊരു നാട്ടിൽ വരുമ്പം നമുക്കിവിടെ ആരും അറിയില്ല, നമുക്കിവിടുത്തെ രീതികൾ അറിയത്തില്ല, നമുക്കിവിടെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് അവരുടെ കണ്ണിൽ നമ്മളൊരു സ്ട്രേഞ്ചർ അല്ലേ. നമുക്ക് ഈ പ്രോബ്ലം നമ്മുടെ നാട്ടിലില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം നമ്മളെ അറിയാം. CV കാണുമ്പോൾ അറിയാം, ഹീസ് ഫ്രം കേരള, ദിസ് ഗൈ ഈസ് ഫ്രം പത്തനംതിട്ട, ലോക്കലാണ്. നമ്മളിവിടെ ലോക്കലല്ല, നമ്മളിവിടെ സ്ട്രേഞ്ചറാണ്. വി ആർ എ മൈഗ്രൻ്റ്. പീപ്പിൾ ഡോണ്ട് നോ അസ്. നമ്മളെപ്പറ്റി അവർക്ക് ഒന്നും അറിയത്തില്ല, നമ്മുടെ CV മാത്രമേ അറിയത്തുള്ളൂ. അപ്പം യൂഷ്വൽ മൈഗ്രൻ്റ് സ്റ്റോറി എന്താണ്? ഒരു മൈഗ്രൻ്റ് എപ്പോഴും ഒരു കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേന് ദിസ് ഇസ് ദ ഫസ്റ്റ് ചാലഞ്ച് ദാറ്റ് ദേ വിൽ ഫേസ് ടു ഫൈൻഡ് ദെയർ ജോബ് ഇൻ ഫോറിൻ സോയിൽ. ആദ്യത്തെ ജോലി കിട്ടാൻ അതുകൊണ്ടാണ് നമ്മൾ പാടാണെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പോൾ തന്നെ ഞാൻ നാട്ടിൽ, എൻ്റെ സ്ഥലം ശ്രീകാര്യമാണ്. ഇപ്പോൾ ശ്രീകാര്യത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് മൈഗ്രൻസ് ഉണ്ട്. മെയിൻലി ബംഗാളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ആദ്യ കാലങ്ങളിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഇവരെ ഒന്നും എന്തെങ്കിലും ഒരു പണിക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ വിളിക്കത്തില്ല. നമ്മൾ വിളിക്കാത്തതിൻ്റെ പ്രധാന റീസൺ എന്തുകൊണ്ടാണ്? ഇവരെ നമുക്ക് അറിയത്തില്ല, ശരിയല്ലേ? പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്തേന് നമ്മുടെ ഏതെങ്കിലും ഒരു റിലേറ്റീവിൻ്റെ അടുത്ത് നമുക്ക് പരിചയമുള്ള ബംഗാളിൽ നിന്ന് ഒരാൾ നിന്നു ജോലിക്ക്. അവൻ പറയുവാണ്, എടാ ഇയാൾ കൊള്ളാം, അവൻ നല്ലപോലെ ജോലി ചെയ്യുന്നു. അവനെ നമ്മൾ ജോലിക്ക് എടുക്കും, ശരിയല്ലേ? ബിക്കോസ് നമുക്ക് മനസ്സിലായി ഇവൻ ഇച്ചിരി റിലയബിൾ ആണ്, ഇവൻ ട്രസ്റ്റ് വർത്തിയാണ്, അവന് നല്ലപോലെ പണി അറിയാം, അവനെ പറ്റി നല്ല റെഫറൻസും കിട്ടി. എക്സാക്ട്ലി അതേ ആളല്ലേ നമ്മളിവിടെ ആർക്കും നമ്മളെ അറിയില്ല, നമ്മളെപ്പറ്റി ഒന്നും അറിയില്ല, നമ്മളുടെ ക്രെഡിബിലിറ്റിയെ പറ്റി അറിയത്തില്ല, നമ്മുടെ റെഫറൻസസിനെ പറ്റി അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു മൈഗ്രൻ്റ് ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ്, ഫോർ എക്സാമ്പിൾ ബംഗാളിൽ നിന്നുള്ളവർ കേരളയിൽ ആദ്യകാലങ്ങളിൽ ഫേസ് ചെയ്തതൊക്കെ നമ്മളിവിടെ ഫേസ് ചെയ്യും. മനസ്സിലായില്ലേ? സോ it is the usual migrant story. Every migrant will go through some hardships because they don't know people, they don't have references and they don't know. ഇതൊരു കൾച്ചറൽ ഫിറ്റ് തിങ് ആണ്. ലൈക്ക് ആദ്യമൊക്കെ നമുക്കിവിടെ ഫിറ്റ് ചെയ്യത്തില്ല നമുക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്ഫിറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇവിടെ റിജക്റ്റഡ് ആവുന്നത്. ഇറ്റ്സ് എൻ യൂഷ്വൽ മൈഗ്രന്റ് സ്റ്റോറി. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം എന്താണ്? നമ്മൾ കണക്ഷൻസ് മേക്ക് ചെയ്യണം. നമ്മൾ ആൾക്കാരെയൊക്കെ മീറ്റപ്പ് ചെയ്യാൻ നോക്കണം. നമ്മൾ ഇവിടെ ജോബ് സെർച്ചിന് വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ നാട്ടിൽ ജോബ് സെർച്ച് ചെയ്തതുപോലെ ആയിരിക്കരുത് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശരിക്കും നമ്മളെ മാർക്കറ്റ് ചെയ്താലേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. നമ്മൾ മാക്സിമം ആൾക്കാരെ കാണാൻ നോക്കണം. നമ്മൾ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് CVs ഡ്രോപ്പ് ചെയ്യണം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചെന്നിട്ട് പറയണം, നമ്മളൊരു ജോലി നോക്കുന്നുണ്ട്, നിനക്ക് എന്നെ ഒന്ന് റെഫർ ചെയ്യാൻ പറ്റുമോ. മാക്സിമം നമ്മൾക്ക് കണക്ഷൻസ് മേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെയർ വിൽ ബി സമ്മൺ നമ്മളെ റെഫർ ചെയ്യാൻ ആരെങ്കിലും വന്നിട്ട് പറയാം, I have a candidate, he is very good, can you consider him. അപ്പം അവർ കൺസിഡർ ചെയ്യും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ടു സമ്മറൈസ്, നമ്മളിവിടെ ഒരു യൂഷ്വൽ മൈഗ്രൻ്റ് ആണ്. ഒരു സാധാരണ മൈഗ്രൻ്റ് അന്യനാട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ നേരിടും. നമുക്ക് റെഫറൻസസ് ഉണ്ടാവില്ല,
നമുക്ക് ചിലപ്പോൾ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവില്ല. എന്നാൽ ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി കേട്ടോ. ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ നമുക്ക് മലയാളീസിനൊന്നും ഒരുപാട് കാണാൻ കിട്ടത്തില്ലായിരുന്നു. ലൈക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് മലയാളീനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറേ നേരം നിന്ന് പിടിച്ചു നിർത്തി സംസാരിക്കുമായിരുന്നു. ഇപ്പം ഞാനത് നിർത്തി, കാരണം എവിടെ തിരിഞ്ഞാലും മലയാളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ആൾക്കാരെ ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും, ഇനി നമുക്ക് ഒരുപാട് ആൾക്കാരെ അറിയാമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ്, ബിക്കോസ് അവർ നമ്മളെ അവിടെ ഇവിടെ എല്ലാം റെഫർ ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഇനി അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ ഓപ്പൺ ഹാർട്ടഡ് ആവുക. ലൈക്ക് ഗോ ആൻഡ് മീറ്റ് പീപ്പിൾ, മേക്ക് കണക്ഷൻസ്, ടോക്ക് ടു പീപ്പിൾ. നമ്മളൊരു നോയ്സ് മേക്ക് ചെയ്താലേ നമുക്ക് നമ്മളെ തേടിയ ജോലി വരത്തുള്ളൂ. സോ ടു സമ്മറൈസ്, മൈ അഡ്വൈസ് ഇസ് ദിസ്: റിജക്ഷൻസ് വളരെ കോമൺ ആണ്. It's okay to get rejected because you are in a migrant country. Even if you're getting rejected, keep trying for your job. At some point, you will get your first opportunity. And finally, to say, never ever take rejections personally. Rejections personally നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ജോബ് സെർച്ച് ചെയ്യും തോറും നമുക്ക് ഭയങ്കര പ്രഷർ ഫീൽ ചെയ്യും. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാനിങ്ങനെ റിജക്റ്റഡ് ആയിട്ടില്ല, ഒരുപാട് ചിന്തകൾ നമുക്ക് വരും. അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. വി ആർ ആൻ യൂഷ്വൽ മൈഗ്രൻ്റ്, വി ആർ ആൻ ഫോറിൻ ലാൻഡ്. ഒരു മൈഗ്രൻ്റ് നേരിടുന്ന ഫസ്റ്റ് പ്രോബ്ലം റിജക്ഷൻസ് തന്നെയാണ്. ദിസ് ഇസ് ബിക്കോസ് വി ഡോണ്ട് നോ പീപ്പിൾ, വി ഡോണ്ട് നോ കണക്ഷൻസ്, വി ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ്. ഇതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ജോബ് സെർച്ച് കുറച്ചും കൂടി ഈസി ആവും. നമ്മൾ കുറച്ചും കൂടെ റിലാക്സ്ഡും ഓപ്പൺ ഹാർട്ടഡും ആയിട്ട് നമ്മൾ ജോബ് സെർച്ച് ചെയ്യും. സോ ഫൈനലി ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഗുഡ് ലക്ക് ഫോർ യുവർ ജോബ് സെർച്ച്. Keep doing what you do and don't take rejections personally. Thank you. Hope this helps. Bye.